എന്റെ കുടുംബക്കാരോടുള്ള അകമണഞ്ഞ സ്നേഹമല്ലാതെ, അതെ, കറകളഞ്ഞ സ്നേഹം എന്റെ കുടുംബത്തോട് നിങ്ങൾക്കുണ്ടാകണം. ഇതിനൊക്കെ നിങ്ങൾ നമ്മോട് ചോദിച്ചാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ വന്നതൊക്കെ. അതിന്റെ ഭാഗം തന്നെ ഇവിടെ ചികിത്സക്ക് വരുന്നവരും അല്ലാതെ മൂപ്പര് MBBS എടുത്തിട്ട് ഞാനെല്ലാവരും പറയാം. പിന്നെന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ രക്തമാണ്. എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കണം. അംർ ഇബ്നുൽ ആസ് 10 കൊല്ലം ഈജിപ്തിലെ ഗവർണറായി ജോലിയെടുത്ത ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ 10 കൊല്ലത്തെ ഗവർണറായിരുന്നു. വലിയ സ്വഹാബിയാണ്. മരിക്കാൻ കിടക്കുന്ന സമയം മകൻ പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉപ്പ ഇങ്ങനെ ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നിട്ട് വല്ലാതെ വിതുമ്പാണ്. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണെന്ന് ഇത്ര ദുഃഖിക്കുന്നത്, ഇത്ര വിഷമം എന്താണ്? ആ സമയത്ത് ഞാൻ ചോദിച്ചു, അങ്ങ് നബി തങ്ങളോട് വല്ലാതെ അടുത്ത ആളല്ലേ, പിന്നെ എന്തിനങ്ങ് പേടിക്കുന്നത്? വേറൊന്നും വേണ്ടല്ലോ, ആ അടുപ്പം മതിയല്ലോ. നബിതങ്ങളോടുള്ള അടുപ്പം എന്നുള്ളത് ചെറിയ കാര്യമല്ല. നാം മനസ്സിലാക്കണം, നബിതങ്ങളോട് ബന്ധപ്പെട്ടതിനൊക്കെ ആ മഹത്വമുണ്ട്. അടുത്തിരുന്നതിന്റെ പേരിലാണ് ലോകത്തിന് മാതൃകയാക്കിയ സ്വഹാബത്തിനെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു. തഖ്വക്ക് പര്യാപ്തമായ ഹൃദയത്തിന്റെ ഉടമകളാണ് അവർ എന്ന സർട്ടിഫൈ പരിശുദ്ധ ഖുർആൻ ചെയ്തിരിക്കുന്നത് സ്വഹാബത്തിനെ കുറിച്ചാണ്. എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത? ഒരു നിമിഷമെങ്കിലും ഈമാനോടുകൂടെ നബി തങ്ങളുടെ സന്നിധിയിൽ ഇരുന്നു എന്നതാണ്. ആ ഇരുത്തം കൊണ്ട് തന്നെ വലിയൊരു മഹത്വം. ലോകത്ത് ഒരു കൊല്ലം കോടിക്കണക്കിന് കൊല്ലം വിഭാഗത്ത് എടുക്കാനും നേടാവുന്ന ഒരു കാര്യമല്ല നബി തങ്ങളുടെ സമക്ഷത്തിലിരിക്കുക എന്നത്. ആ സമ്പർക്കത്തിന് മഹത്വമുണ്ട് എന്നർത്ഥം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോൾ നബിയോട് വലിയ അടുത്ത ആളല്ല എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു, മോനെ, ഉപ്പ നബിയോട് വലിയ അടുപ്പായിരുന്നു. ആ കാലത്തെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവുന്നില്ല. പക്ഷേ കാലം കുറെ കഴിഞ്ഞു, ഞാൻ കുറെ ദുനിയാവുമായി ബന്ധപ്പെട്ടു, ഭരണമൊക്കെ ആയിട്ടേ കുറച്ച് ബന്ധപ്പെട്ടപ്പോ എന്തായാലും കുറെ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. ജനങ്ങളുടെ വെറുപ്പെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവൂലേ, തെറ്റിദ്ധാരണയിലെങ്കിലും ഉണ്ടാവുമല്ലോ. ഇയാളെ മനസ്സെന്താന്നുള്ള ആൾക്കാരുമില്ലോ, ജനങ്ങൾക്ക് ഭരിക്കുന്നവർക്ക് അറിയില്ലോ. ഭരണാധികാരികളെ കുറ്റം പറയാന്നല്ലോ എല്ലാവർക്കും ഒരു ഹോബിയല്ലേ. അപ്പൊ ജനങ്ങളുടെ വല്ല വെറുപ്പോ മറ്റൊക്കെ ആയിട്ട് ഇനി എന്റെ മരണം എന്ന് പറഞ്ഞത് എങ്ങനെയെന്ന് എനിക്കറിയില്ല മോനെ. അതുകൊണ്ട് ആകെയുള്ള ഒരു പിടിവള്ളി മുത്തുനബിയാണ്. ഉപ്പാടെ പെട്ടിയിൽ ഒരു ചെറിയ കീസുണ്ട്. ആ കീസയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അത് എടുത്തു കൊണ്ടുവന്നിട്ട് മോന് പൊടിച്ചിട്ട് ഉപ്പയുടെ മരിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യുന്ന സമയത്ത് ഉപ്പാടെ മൂക്കിലും കണ്ണിലും ഒക്കെ ഇട്ട് വരണം. എന്താണിത്? കുന്തിരിക്കാണോ? അല്ല. മറ്റു വല്ല മരുന്നുകളാണോ? ഔഷധാണോ? അല്ല. മറിച്ച് നബി തങ്ങൾ മോനെ നഖം വെട്ടുന്ന സമയത്ത് തെറിച്ചു വീണ ചീലുകൾ ഉപ്പ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്, ഉപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതാണ് ഇസ്ലാം. സ്വഹാബി കാണിച്ചു തന്നതാണ്. നബി തങ്ങൾ നഖം വെട്ടുമ്പോൾ തെറിച്ചു വീണ നഖത്തിന്റെ പൊട്ടുകൾ, മുടി വെട്ടുമ്പോൾ പാറി വീണ മുടിയുടെ തുണ്ടുകൾ ഉപ്പ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മോനെ, മരണശേഷം വല്ല വസ്തുക്കളും ഉപകാരം ചെയ്യുകയാണെങ്കിൽ അത് മുത്തുനബിയുടെ നഖപ്പൊട്ടുകളാണ് മോനെ, മുടിപ്പൊട്ടുകളാണ് മോനെ. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നബിയല്ല, നബിയോട് ബന്ധപ്പെട്ടതിൽ ബറക്കത്തെടുത്തവരാണ് സ്വഹാബത്ത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് മഹാന്മാരുടെ അരികിൽ വന്നിട്ട് എന്റെ മോൾക്ക് സുഖമില്ല, അവസ്മാരാണ്, അല്ലെങ്കിൽ പല ഡോക്ടർമാരുടെ അടുത്ത് പോയി മാറുന്നില്ല, തങ്ങളെ ദേർക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരണം, ഈ ഫാത്തിഹ ഓദിക്കും. ആ ഒരു വാക്ക് മതി. അതാണ് ഇവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നബി തങ്ങളുടെ കുടുംബത്തോടുള്ള ആ ബന്ധം, അവരുടെ ഒരു വാക്ക്, അവരുടെ ഒരു തലോടല്, അല്ലാഹു തആല നമുക്കൊക്കെ നൽകട്ടെ.